ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം 6ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചാനൽ പുതുതായി കാണുന്നവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രവർത്തനം 1. ഖണ്ഡികാം പഠിത്വ ഉദാഹരണാനുസാരം ക്രിയാപദാനി വിവിച്യ പട്ടികാം കരോതു. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ടാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. ഉദാഹരണം അനുസരിച്ച് ലട്ട്, ലങ് ഇവയെ വേർതിരിച്ച് എഴുതുക. ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് ലട്ടിൽ അസ്തി എന്നും ലങ്ങിൽ പ്രാപ്നോത് എന്നുമാണ്. ലങ്ങിൽ വരുന്ന ഉത്തരങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആസീത്, അകരോത്, പ്രാപ്നോത് ഇതെല്ലാം ലങ് എന്നതിന് തൊട്ട് താഴെയായിട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. ലട്ട് എന്നതിൽ സ്മരതി എന്നത് എഴുതാം. രണ്ടാമത്തെ പ്രവർത്തനം യഥോചിതം യോജയതു. അച്യുത പിഷാരടി നാരായണ ഭട്ടപാദഃ ത്രയോവിംശത്യധിക ദ്വിസഹസ്രം ത്രയോവിംശത്യധിക ദ്വിശതം. ശരിയായ ഉത്തരങ്ങൾ അച്യുത പിഷാരടി ഗോളദീപിക, നാരായണ ഭട്ടപാദഃ നാരായണീയം, ത്രയോവിംശത്യധിക ദ്വിസഹസ്രം എന്നത് 2023, ത്രയോവിംശത്യധിക ദ്വിശതം എന്നത് 223. ഇതിൽ തന്നെ വരുന്ന മറ്റൊരു പ്രവർത്തനമാണ് കോഷ്ടകാത് ഉചിതം ഉത്തരം സ്വീകൃത്യ ലിഖതു. കവചി ജലസ്ഥല നിവാസി കഹ. കവചത്തോടു കൂടിയ ജലത്തിൽ താമസിക്കുന്ന ആളാരാണ്? ഓപ്ഷൻസ് ആയിട്ട് മീനഹ, കൂർമഹ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം കൂർമഹ എന്നാണ്. കൂർമഹ എന്നാൽ ആമ. പ്രവർത്തനം 3. കോഷ്ടകാത് പദം സ്വീകൃത്യ പ്രശ്നവാക്യാനി ലിഖതു. ഇവിടെ കുറച്ച് ബ്രാക്കറ്റിലായിട്ട് ആൻസർ എഴുതാനായിട്ടുള്ള ചില സൂചനകൾ തന്നിട്ടുണ്ട്. ആദ്യം ഉദാഹരണം നോക്കാം. ഏഷ്യൻ ഗെയിംസ് ഇത്യസ്യ ധ്യേയവാക്യം എവർ ഓൺവാർഡ് ഇതി ഭവതി. ഏഷ്യൻ ഗെയിംസ് ഇത്യസ്യ ധ്യേയവാക്യം ഡാഷ് ഭവതി. അവിടെ കിം എന്നതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ഇത്യസ്യ ധ്യേയവാക്യം കിം ഭവതി. അതുപോലെ 2023 തമേ വർഷേ ഏഷ്യൻ ഗെയിംസ് ചീനാരാഷ്ട്രേ അഭവത്. 2023 തമേ വർഷേ ഏഷ്യൻ ഗെയിംസ് ഡാഷ് അഭവത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കുത്ര എന്നാണ്. 2023 തമേ വർഷേ ഏഷ്യൻ ഗെയിംസ് കുത്ര അഭവത് എന്നതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം അസ്മിൻ വർഷേ സിതംബർ മാസേ 8 ദിനാങ്കേ ഏഷ്യൻ ഗെയിംസ് ആരബ്ധം. അസ്മിൻ വർഷേ ഡാഷ് ഏഷ്യൻ ഗെയിംസ് ആരബ്ധം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അസ്മിൻ വർഷേ കഥാ ഏഷ്യൻ ഗെയിംസ് ആരബ്ധം. കഥ എന്നതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭാരതം 107 പതക്കാനി പ്രാപ്താനി. ഭാരതം ഡാഷ് പതക്കാനി പ്രാപ്താനി. അവിടെ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ശരിയായ ഉത്തരം കതി. ഭാരതം കതി പതക്കാനി പ്രാപ്താനി എന്നതാണ്. 4. ജാവലിൻ ക്ഷേപണ സ്പർധായാം നീരജ് ചോപ്ര സുവർണ പതക്കം പ്രാപ്തവാൻ. ജാവലിൻ ക്ഷേപണ സ്പർധായാം ഡാഷ് സുവർണ പതക്കം പ്രാപ്തവാൻ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ജാവലിൻ ക്ഷേപണ സ്പർധായാം കഹ സുവർണ പതക്കം പ്രാപ്തവാൻ. കഹ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത് 5. ദീർഘകൂർധന സ്പർധായാം ആൻസി സോജൻ രജത പതക്കം പ്രാപ്തവതി. ദീർഘകൂർധന സ്പർധായാം ഡാഷ് രജത പതക്കം പ്രാപ്തവതി. അവിടെ എഴുതേണ്ടത് ശരിയായ ഉത്തരം ദീർഘകൂർധന സ്പർധായാം കാ രജത പതക്കം പ്രാപ്തവതി എന്നാണ്. പ്രവർത്തനം 4. പണ്ഡിതസ്യ സ്വഭാവവിശേഷാൻ കോഷ്ടകാത് ചിത്വാ പദസൂര്യം പൂർത്തീകരോതു. ഇവിടെ തന്നിട്ടുള്ള വരികളിൽ നിന്നും പണ്ഡിതൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന്
ഈ 4 ബോക്സുകളിലായിട്ട് എഴുതി കൊടുക്കുക. അമിത്രം മിത്രം കുരുതേ ആപത്സു ന മുഹ്യതി നഷ്ടേഷു ന അനുശോചയതി നിർഭയഃ സൻ കർമ്മ കരോതി ദുഷ്ടം കർമ്മ കരോതി സത്കർമ്മ കരോതി. ഇവയാണ് ഓപ്ഷൻസ്. ഉത്തരമായിട്ട് സത്കർമ്മ കരോതി, നിർഭയഃ സൻ കർമ്മ കരോതി, നഷ്ടേഷു ന അനുശോചയതി, ആപത്സു ന മുഹ്യതി. ഇവയാണ് ഉത്തരങ്ങളായിട്ട് എഴുതേണ്ടത്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ വരുന്ന ഒരു ചോദ്യം, പദച്ഛേദം ലിഖതു. ഖഗോ അഭി, ഗഗഃ പ്ലസ് അഭി. വൃക്ഷോ അഭി എന്നതിൻ്റെ പദച്ഛേദം എഴുതേണ്ടതുണ്ട്. വൃക്ഷഃ പ്ലസ് അഭി. അടുത്തതായി പ്രവർത്തനം 5. അധോ ദത്ത ശ്ലോകയോഃ മൂഢലക്ഷണ പ്രതിപാദകം ശ്ലോകം ചിത്വാ ലിഖതു. ഇവിടെ 2 ബോക്സുകളിലായി 2 ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും മൂഢലക്ഷണത്തെ പ്രതിപാദിക്കുന്ന ശ്ലോകം ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യസ്യ കൃത്യം ന വിജ്ഞന്തി ശീതമുഷ്ണം ഭയം രതിഃ സമൃദ്ധിരസമൃദ്ധിർവാ സ വൈ പണ്ഡിത ഉച്യത്തെ. അടുത്തത് അനാഹൂത പ്രവിശതി അപൃഷ്ടോ ബഹുഭാഷത്തെ വിശ്വസത്യപ്രമക്തേഷു മൂഢചേതാഃ നരാധമാഃ. ഈ 2 ഏതായിരിക്കും ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം 2ാമത്തെ ബോക്സിലെ വരികളാണ്. അടുത്ത ചോദ്യം, ഉദാഹരണാനുസാരം ലിഖതു. രാജീവഃ പാദവേദനയാ പീഡിതഃ ആസീത് സഃ നൃത്തം അകരോത്. യദ്യപി രാജീവഃ പാദവേദനയാ പീഡിതഃ തഥാപി നൃത്തം അകരോത്. അതേപോലെ അടുത്ത എഴുതേണ്ടുന്ന ചോദ്യമാണ്, ഇന്നസെൻ ക്യാൻസർ ബാധിതഃ ആസീത് സഃ ചലച്ചിത്രാഭിനയം അകരോത്. ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് യദ്യപി ഇന്നസെൻ ക്യാൻസർ ബാധിതഃ ആസീത് തഥാപി സഹ ചലച്ചിത്രാഭിനയം അകരോത് എന്നതാണ്. അടുത്തത്, ചിത്രാനുസാരം കോഷ്ടകാത് ഉചിതാം പ്രഹേളികാം ചിത്വാ ലിഖതു. ഇവിടെ ഒരു കുടയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഈ കുടയ്ക്ക് യോജിക്കുന്ന പ്രഹേളിക ഈ 2 ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ആ ബോക്സിനുള്ളിലായിട്ട് എഴുതേണ്ടത്. ആദ്യത്തെ ഓപ്ഷനാണ് ഏകപാദഃ വിപണിം ഗതവാൻ. 2ാമത്തെ ഓപ്ഷൻ ഏകകൂപ്യാം തൈലദ്വയം. ശരിയായ ഉത്തരം ഏകപാദഃ വിപണിം ഗതവാൻ എന്നതാണ്. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി. അടുത്തത് പ്രവർത്തനം 6. ചിത്രാനുസാരം കോഷ്ടകാത് ഉചിതം ആശയം സ്വീകൃത്യ പാദടിപ്പണിം ലിഖതു. ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്, ചീനസഞ്ചാരി ചന്ദ്രഗുപ്തം ദ്രഷ്ടും പാടലീപുത്രം ആഗച്ഛത്. സഞ്ചാരി ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. ചാണക്യസ്യ നീതിബോധം വിജ്ഞായ ചീനസഞ്ചാരി സന്തുഷ്ടഃ അഭവത്. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് താഴെയായിട്ട് അതിന് യോജിക്കുന്ന സാഹചര്യം ഏതാണെന്ന് ഓപ്ഷൻസ് നോക്കി എഴുതി കൊടുക്കുക. ആദ്യത്തെ ചിത്രത്തിന് താഴെയായിട്ട് എഴുതേണ്ടത് സഞ്ചാരി ചാണക്യം ദ്രഷ്ടും ഭടൈഃ സഹ പ്രസ്ഥിതവാൻ. അടുത്തത്, ചാണക്യസ്യ നീതിബോധം വിജ്ഞായ ചീനസഞ്ചാരി സന്തുഷ്ടഃ അഭവത്. കിം ഗണേ ന അന്തർഭവതി. ചക്ഷുഃ ചേതഃ മനഃ. ഇവയാണ് ഓപ്ഷൻസ്. ചക്ഷുഃ എന്നതാണ് ശരി ഉത്തരം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.